നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒന്നിനു പിറകെ മറ്റൊന്നായി തലവേദനകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാഹചര്യം, ഇന്ത്യ നൽകിയ പ്രതിരോധം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ നാശനഷ്ടങ്ങൾ, അതിൽ നിന്നും കരകയറാൻ സാധിക്കാത്ത അവസ്ഥ, അതുപോലെ തന്നെ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയതിലൂടെ പാകിസ്ഥാൻ നരകിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ആഭ്യന്തര കലാപവും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെതിരായിട്ടുള്ള, പട്ടാളത്തിനെതിരായിട്ടുള്ള തിരിച്ചടികൾ അതിശക്തമായി വിമതർ കരുനീക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിന്നെയും തലപൊക്കി. പാകിസ്ഥാൻ അടുത്ത തിരിച്ചടി. 9ഓളം ബസ് യാത്രക്കാരെയാണ് തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ വെടിവെച്ചു കൊന്നിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിനോടുള്ള വിരോധം തന്നെയാണ് ഇതിലൂടെ അവർ പങ്കുവച്ചിരിക്കുന്നത്. ബലൂചിസ്ഥാനിൽ അജ്ഞാതർ ബസ് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ BLA ആണ് ഇതിന് പിന്നിലെന്നാണ് പാകിസ്ഥാൻ സംശയിക്കുന്നത്. വ്യാഴാഴ്ചയായിരുന്നു രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത്. നമുക്കറിയാം, ക്വറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസിൽ നടന്ന വിഷയം, ആ ട്രെയിനിനെ ഹൈജാക്ക് ചെയ്ത സംഭവം. എന്നാൽ ഇത് ക്വറ്റയിൽ നിന്നും ലാഹോറിലേക്ക് പോവുകയായിരുന്ന യാത്രാ ബസ്സുകളെ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. ബസ്സുകളെ തടഞ്ഞു നിർത്തി തിരിച്ചറിയൽ രേഖകൾ കൃത്യമായി പരിശോധിച്ച് വേണ്ട വിധത്തിലുള്ള ആളുകളെ മാത്രം തട്ടിക്കൊണ്ടുപോയി ഒരു ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ടോ ലാഹോറുമായി ബന്ധപ്പെട്ടോ നിൽക്കുന്ന പൗരന്മാരെ തിരഞ്ഞുപിടിച്ച് ഒന്നിലധികം ബസ്സുകളിൽ നിന്നുള്ള യാത്രക്കാരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പ്രാദേശിക ഭരണകൂടം പറയുന്നത്. ഈ യാത്രക്കാരുടെ മൃതദേഹങ്ങൾ വെടിയേറ്റ നിലയിൽ പലയിടത്തുമായി കാണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുക്കാത്തത് കൊണ്ട് പാകിസ്ഥാൻ ആദ്യം തന്നെ സംശയിക്കുന്നത് മറ്റാരെയും തന്നെയല്ല, BLA തന്നെയാണ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ തന്നെയാണ്. BLAയുടെ നിരന്തരമായ ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുന്ന പാകിസ്ഥാൻ ഇതൊരു അടുത്ത തലവേദനയായി തന്നെ മാറുകയാണ്. സംഭവത്തിൽ ബലൂജ് വിഘടനവാദികളാണെന്ന് അധികൃതർ സംശയം ബലപ്പെടുത്തുന്നുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള യാത്രക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമി ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് പാകിസ്ഥാൻ പ്രാദേശിക നേതൃത്വം പറയുന്നത്. നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ജാഫർ എക്സ്പ്രസും സമാനമായ ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു. കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് വന്ന യാത്രക്കാരാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് ID വെരിഫൈ ചെയ്തതിനു ശേഷം തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അഫ്ഗാനും ഇറാനുമായി പാകിസ്ഥാനിലെ അതിർത്തി പങ്കിടുന്ന ധാതു സമ്പന്നമായ ഈ മേഖല ബലൂചിസ്ഥാനിൽ ഏറെക്കാലമായി ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് TTPയുടെ ഭാഗത്ത് നിന്നും പാകിസ്ഥാൻ ഉണ്ടാകുന്ന ആക്രമണങ്ങളും അതിരൂക്ഷം തന്നെയാണ്. ഇതിനു മുൻപ് ഭീകരർക്ക് വെള്ളവും വളവും നൽകിയ പാകിസ്ഥാനെ അതിശക്തമായി അവർ തന്നെ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച ഏറെക്കാലമായി നമുക്ക് കാണുവാനായി സാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ഈ ഗ്രൂപ്പുകളിലൊക്കെ, വിമത ഗ്രൂപ്പുകളിൽ ഏറ്റവും ശക്തമായ, പാകിസ്ഥാനെ കൂടുതൽ വെള്ളം കുടിപ്പിക്കുന്ന, തലവേദനയായി മാറുന്ന ഗ്രൂപ്പാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയും. പഞ്ചാബ് പ്രവിശ്യയ്ക്ക് സഹായം കൊടുക്കുന്നത് കൊണ്ട് തങ്ങളുടെ ധാതു വിഭാഗങ്ങളൊക്കെ തന്നെ മോഷ്ടിച്ച് കടത്തുന്നുവെന്നും അതുപോലെ ചൈനയുടെ അധിനിവേശമടക്കം തങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുന്നു, അവിടെ ഉണ്ടാകുന്ന പരമ്പരാഗത തൊഴിലവസരങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് ലഭിക്കാതെ വരുന്നുവെന്നും തങ്ങളെ ഒരു ദരിദ്ര മേഖലയാക്കി മാറ്റാൻ പാകിസ്ഥാൻ നേതൃത്വം തന്നെ ശ്രമിക്കുന്നുവെന്നുള്ള ആരോപണമാണ് ബലൂജ് വിഘടനവാദി സംഘടന ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് പലയിടത്തും തിരഞ്ഞുപിടിച്ച് സർക്കാരിൽ കൃത്യമായി കൊള്ളുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അധികൃതർ വിശദമായ അന്വേഷണവും നിലവിൽ നടത്തിപ്പോരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.